പ്രശാന്ത് ശിവൻ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള ആവശ്യം നിങ്ങളുടെ പാർട്ടി ഉയർത്തിക്കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ് യുവതി അവന്തികയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ താങ്കളാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവന്തികയും താങ്കളും തമ്മിൽ എപ്പോഴാണ് സൗഹൃദമുണ്ടാകുന്നത്? ഈ വിഷയത്തിൽ താങ്കളുടെ സഹായം തേടുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രശാന്ത് ശിവൻ? അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ BJPയുടെ നിലപാട് BJPയുടെ സംസ്ഥാന നേതൃത്വം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു യുവതി മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. നിരവധിയായ ആളുകൾ, ഒന്നല്ല രണ്ടല്ല, നിരവധിയായ ആളുകൾ തുടർച്ചയായി കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ എല്ലാ ദിവസവും പുതിയ പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, ആ വോയിസ് നോട്ടുമായി ബന്ധപ്പെട്ട് ആ ഓഡിയോ മെസ്സേജിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് മറുപടി പറയാനുള്ളത്, ഇത് കൃത്രിമമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും നൽകുവാൻ ഇതുവരെയായി രാഹുലോ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോ മുന്നോട്ട് വന്നിട്ടില്ല. 2, ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് തൻ്റേതല്ല എന്ന് തള്ളിപ്പറയുവാനായിട്ട് രാഹുൽ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിനൊന്നും മറുപടി പറയുവാൻ രാഹുൽ തയ്യാറല്ല. രാഹുൽ ഇന്ന് പത്രസമ്മേളനം നടത്തി എന്താ പറഞ്ഞത്? ഓഗസ്റ്റ് മാസം 1-ാം തീയതി, ഓഗസ്റ്റ് 1 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് അയച്ച വോയിസ് നോട്ട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ റെക്കോർഡിംഗ് കേൾപ്പിക്കുകയാണ്. ആ കോൾ റെക്കോർഡിങ്ങിനകത്ത് പറയുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങളെ കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം മിനിറ്റുകൾക്കകം തന്നെ ഇതേ വ്യക്തി അവന്തിക ചാനലുകളിൽ വന്നിരുന്ന് വളരെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ഇവർ രണ്ടുപേരും തന്നെയാണ് വിവരങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത്. രാഹുൽ എനിക്ക് അവരെ അറിയില്ല എന്ന് പറയുന്നില്ല, അവരെ അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് ഇതിലൊരു സംശയം ഉയരുന്നത്, അവന്തിക തന്നെ എന്നോട് സംസാരിച്ചിരുന്നു, ഞാനും ആ സമയത്ത് അവന്തികയോട് സംസാരിച്ചിരുന്നു. അവന്തിക പറഞ്ഞത് ഈ പറയുന്ന ഓഗസ്റ്റ് 1 ചാറ്റ് പുറത്തുവിടുമ്പോൾ അതിനു മുൻപാണ് ഈ പ്രശ്നമുണ്ടായിട്ടുള്ളത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ എപ്പോഴാണ് മോശമായി സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ചാറ്റ് പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്നാണ് അവന്തിക ചോദിക്കുന്നത്. സാധാരണഗതിയിൽ മോശമായി പെരുമാറുകയും മോശമായി തന്നെ സമീപിക്കുകയും ചെയ്യുന്നവരോട് പിന്നീട് സംസാരിക്കുമോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ച് ഭീഷണിയുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം എന്തിനാണ് അവന്തിക രാഹുലിന് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങനെ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിൽ ഇത്തരം ഒരു ആരോപണം കയറി വരുന്നതിന്റെ സാഹചര്യം മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് ആരാണ്? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആരാണ്? അവന്തികയാണ്. അവന്തിക അതിൽ വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ഫോൺ കട്ടെ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്കൊപ്പമുള്ള പടങ്ങൾ പ്രചരിക്കുന്നുണ്ട്, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയും താങ്കളും അതിന് പിന്നിലുണ്ട് എന്ന ആരോപണം ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങേക്ക് അതിന് മറുപടി പറയാം ഈ ഘട്ടത്തിൽ. അല്ല, ഈ നിങ്ങൾ നേരത്തെ ചോദ്യത്തിനുള്ള മറുപടി പറയേണ്ടത് അവന്തിക തന്നെയാണ്. 2, എന്നോടൊപ്പമുള്ള ചിത്രവും എൻ്റെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രവും പ്രചരിപ്പിച്ചു എന്നതുകൊണ്ട് ഇതിനകത്ത് BJP ആണ് ഇതിന് പുറകിൽ എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത്? ഇവിടെ സ്വാഭാവികമായിട്ട് ഒരാളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു, ആ ആൾ ഒരു ആരോപണം പറഞ്ഞാൽ അത് BJP കോൺസ്പിറസി ചെയ്ത് ഉണ്ടാക്കിയതാണ്, അതിന് പുറകിലുള്ള കോൺസ്പിറസി BJPയുടേതാവണമെന്നുള്ളത് എങ്ങനെയാണ് ആവുന്നത്? അവിടെ ഇത്തരത്തിൽ ആരോപണങ്ങൾ പറയുന്ന ആളുകൾക്ക് എന്തും പറയാം. അങ്ങനെ അതേ രീതിയിൽ പറയുന്നുവെങ്കിൽ, ഇവർ പറയുന്ന ഇതേ തിയറി ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വോയിസ് നോട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഗർഭിണിയായ സ്ത്രീയോട് തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നത്, ഒരു സംശയമില്ല. ഞാൻ ചോദിച്ചത്, അത്രയും ഗൗരവത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഈ തരത്തിലൊന്ന് അതിനിടയ്ക്ക് കയറി വരുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അതിലെന്തെങ്കിലും വേറെ കാര്യങ്ങൾ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിൽ? അല്ല, അതിനകത്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ BJPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംഗിൾ ഇടപെടൽ പോലും അതിനകത്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എങ്ങനെയാണോ
ആ ഗർഭിണിയോട് അബോർട്ട് ചെയ്യുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദം തന്നെയാണെന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതിനു പുറകിൽ മറ്റു തരത്തിലുള്ള BJPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലും ഇല്ല എന്നുള്ള കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഇടപെടൽ ഉണ്ടെങ്കിലല്ലേ ഉണ്ടെന്ന് കരുതേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് വളരെ വിശദമായി തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവന്തിക തന്നെ ഒരു ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, അവരുടെ ഫോണ് പരിശോധിച്ചോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഫോണ് പരിശോധിക്കുന്ന സമയത്ത് രാഹുലുമായിട്ട് ഇവരിത്തരത്തിൽ ചാറ്റ് നടത്തിയിട്ടുണ്ടോ എന്നത് മാത്രമല്ല, ഇതിനു പുറകിൽ ഗൂഢാലോചന നടത്തുന്നതിന് ഞങ്ങളുടെ ആരെങ്കിലും ബന്ധപ്പെട്ടുണ്ടോ എന്നുകൂടെ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ വളരെ എന്ത് തരത്തിലും ഞങ്ങൾ വളരെ എന്താ പറയുക തുറന്ന പുസ്തകം പോലെ പറയുന്നുണ്ട്. ഇതിനകത്ത് BJPയുടെ കാര്യങ്ങൾ ഇൻവോൾവ് ആക്കേണ്ടതായിട്ടുള്ള യാതൊരു ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ ഈ വിഷയത്തിൽ ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തിൻ്റെ ആ വാട്സാപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൾ റെക്കോർഡുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി അതിൽ ഉത്തരമില്ലാത്തത് കൊണ്ട് അതിൻ്റെ അത്രത്തോളം ഗൗരവമുള്ളതുകൊണ്ട് അതിനെ ഡീവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനു പുറകിൽ BJPയുടെ ശ്രമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. അവന്തികയുടെ പരാതി ജെനുവിനല്ല എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ജെന്യുവൻ ആണോ ജെന്യുവൻ അല്ലേ എന്നുള്ള തോന്നണതിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക? ഇതിൽ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫോൺ വേണമെങ്കിൽ പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലല്ലോ ഇവിടെ വിഷയം. അവരുടെ പരാതി ജെന്യുവൻ ആണോ അല്ലേ എന്നുള്ള വിഷയം. ഇവിടെ പുറത്തു വന്ന് നിൽക്കുന്ന നിരവധി തെളിവുകളില്ലേ? അതിനകത്ത് അതിനെ തള്ളാനോ കൊള്ളാനോ നിൽക്കുന്നില്ലല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരും. അതിലൊന്നും സംശയവുമില്ല. പ്രശാന്ത് ശിവ, ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. ഗൗരവത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഗൗരവം കുറയ്ക്കാൻ ബോധപൂർവം ഒരു വിഷയം അതിലേക്ക് എടുത്തിടുകയാണോ? ഇത്രയും അധികം പരാതികൾ, സ്ത്രീകളുടെ പരാതികൾ അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ആത്മവിശ്വാസത്തോട് മാധ്യമങ്ങളെ കാണുകയാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമില്ല. വേറൊരു കാര്യം, അങ്ങ് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പാലക്കാട് ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ എത്തിയവരുടെ ദൃശ്യങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അത് എന്താണെന്ന് അങ്ങ് ഉദ്ദേശിച്ചൊന്ന് വിശദീകരിക്കാമോ? ഫ്ളാറ്റിലെത്തിയവരുടെ ദൃശ്യങ്ങൾ എടുക്കണമെന്നല്ല പറഞ്ഞത്. ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ പരിശോധനയും നടക്കട്ടെ, എല്ലാ അന്വേഷണവും നടക്കട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. എന്ത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം? വിഷയം എന്താണ്? ഇത്രത്തോളം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ലേ? ഇത്രത്തോളം തെളിവുകൾ അദ്ദേഹത്തിനെതിരെ വന്നില്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഫ്ളാറ്റിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എവിടെയും? അല്ല, ഞാൻ ചോദിക്കുകയാണ്. കൊണ്ടുവന്നു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരോപണത്തിന്റെ നിജസ്ഥിതിയാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് വേറൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. വ്യാഖ്യാനമല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഗൗരവം കൂടി നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുവരികയല്ലോ, അതിന് അയാൾക്ക് വേറൊരു തന്ത്രം ഉണ്ടായിരുന്നല്ലോ. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിലുമായി ബന്ധപ്പെട്ട് ജനുവരി മാസമുണ്ട്, ഏപ്രിൽ മാസമുണ്ട്, ഇതുമായി ജനുവരി മാസവും മെയ് മാസവും എല്ലാം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ. അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് എന്താണ് വിവരങ്ങൾ എന്നുള്ളത് കേരള സമൂഹം തന്നെ അറിയും. ശരി, ശ്രീകുമാർ മനയിൽ. തെളിവുകൾ ശ്രീകുമാർ മനയിൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം, പലരുടെയും പേരുകളോ മറ്റു വിവരങ്ങളോ വരുന്നില്ല. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.